Okay, students, good morning. Then നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലിബറലൈസേഷൻ ഇമ്പാക്റ്റ് ഓഫ് റീറ്റെയിൽ ഇൻഡസ്ട്രി എന്നാണ്. നമുക്കറിയാം റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഫാക്ടേഴ്സ്, അതിലുള്ള ആക്ടിവിറ്റീസ്, സെല്ല്, നമ്മൾ ചെയ്യുന്ന സെയിൽസ്മാന്, ഒരു ഇൻട്രാക്ഷൻ, കുറേ കാര്യങ്ങൾ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. സോഴ്സസ്, അതിലൊരു ഭാഗമാണ് ലിബറലൈസേഷൻ ഇമ്പാക്റ്റ് ഓൺ റീറ്റെയിൽ ഇൻഡസ്ട്രി. അതിൽ ലീഗൽ ഇഷ്യൂസ്, അതിൽ പോയിൻ്റാണ് നമ്മൾ ഓരോന്നും. ഷോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും, അങ്ങനെ ഷോപ്പിലുള്ള അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ലീഗൽ ഇഷ്യൂസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് വർക്ക് ഫോഴ്സ് ആൻഡ് ലാക്ക് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് മൾട്ടിപ്പിൾ ലെജിസ്ലേഷൻ, അത് ലീഗൽ ആക്ട്സ്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് റീറ്റെയിൽ ഇൻഡസ്ട്രി, ഇമ്പാക്റ്റ് ഓഫ് റീറ്റെയിൽ ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കാം നമുക്ക്. We are all aware of the fact that a host of legislation governs the retail industry. Let's briefly understand the provision of legislation and we weigh the impact of retail industry. Okay. Then it deals with the rules and regulations regarding working hours, recess and overtime, holidays, termination services, and working environment of the shop, other rights and obligations of the employer and employees here, and the customer the right to protect. That it belongs the following rights the consumer as per Consumer Protection Act. Legal acts il nammal parayum Consumer Protect Acts endakkayannu. Okay, the right to protected against marketing of goods and service to life property, to right be protected. Nammada munnilulla ee oru goods and services okke protect cheyanulla adhikaram. റൈറ്റ് മീൻസ് അവകാശം, അധികാരം. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എഗെയിൻസ്റ്റ് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അതായത് നമുക്ക് നമ്മളെ മുന്നിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അധികാരം നമുക്ക് തന്നെയാണ്. നെക്സ്റ്റ്, റൈറ്റ് ഇൻഫർമേഷൻ ഓഫ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ് ആൻഡ് പ്രൊട്ടക്ട് ദ കൺസ്യൂമർ എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അതിലുള്ള സാധനത്തിൻ്റെ ക്വാളിറ്റി നോക്കേണ്ടതും ക്വാണ്ടിറ്റി നോക്കേണ്ടതും എല്ലാം ആരാണ്? അത് വിൽക്കുന്ന ആൾ തന്നെയാണ്. The right to have access to a right, ഇത് ആരാണ്? കൺസ്യൂമർ ആസ് പെർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതായത് കൺസ്യൂമർ ആണ് നോക്കേണ്ടത്, സെയിൽസ്മാൻ അല്ല. മിസ് റിപ്പീറ്റ് ചെയ്യാണ്, കൺസ്യൂമർ നോക്കേണ്ട കാര്യങ്ങളാണ്, അതായത് ആരല്ല? സെയിൽസ്മാൻ അല്ല. എന്തൊക്കെയാ നോക്കേണ്ടത് നമ്മൾ പറഞ്ഞത്? റൈറ്റ് ഇൻഫർമേഷൻ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതല്ല എത്ര വാങ്ങണം, ക്വാളിറ്റിയുള്ള സാധനമാണോ, അതൊക്കെ നോക്കേണ്ടതാണ്. ദ റൈറ്റ് ടു ഹാവ് ആക്സസ് വെറൈറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു കൺസ്യൂമർ കൺസ്യൂമർ എന്ത് വാങ്ങുന്നത്? ടു റൈവ് ആക്സസ് ടു വെറൈറ്റി ഗുഡ്സ് വാങ്ങണം ഒക്കെ തീരുമാനിക്കുന്നത് കൺസ്യൂമറാണ്. ടു റൈറ്റ് ടു ബിഹൈൻഡ് ദ സീക്ക് ആൻഡ് വാങ്ങണോ വാങ്ങണ്ടേ തീരുമാനിക്കുന്നത്, എത്രത്തോളം വാങ്ങണം, എത്ര അളവിൽ വാങ്ങണം, അതൊക്കെ തീരുമാനിക്കുന്നത് കസ്റ്റമറാണ്. ഓക്കെ, റീറ്റെയിൽ പെർഫോമൻസ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെയിൽസ് ആൻഡ് പ്രോഫിറ്റബിളി കൺസിഡർ എസ്റ്റാബ്ലിഷ് മെഷേഴ്സ് ഇൻ റീറ്റെയിൽ യൂണിറ്റ് സക്സസ്. സിമിലർലി ദാൻ ഗിവ് യൂസർ മെഷർ പെർഫോമൻസ് ഇൻ റീറ്റെയിൽ സ്പേസ് മാനേജ്. ഇതിലൊരു മെഷർ പെർഫോമൻസ് ഉണ്ട് റീറ്റെയിൽ. മെഷർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? It can be used to measure performance retail space management. The measure of retail space performance indicate the productivity of retail space, and three commonly used retail space performance measuring follows. Sale per square feet and profit per square feet. It measures to retail space performance basics. This is a common measures of retail. Sales per linear feet of profit per linear. Okay, sales per cube feet of profit per cube feet. Sales basis space of allocation, probably base space allocation പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ലീഗൽ ഇഷ്യൂസ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് വർക്ക്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ലേ ഔട്ട്, ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ലേ ഔട്ട് നോക്കാം. Fee form, it commonly uses small specific stores and department of large stores. It free from layout.
വിഷ്വൽ മെർക്കൻഡൈസിങ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വിഷ്വൽ, കാണുന്ന ഒരു മെർക്കൻഡൈസ് എന്താണെന്ന് നോക്കാം. വിഷ്വൽ മെർക്കൻഡൈസ് ഓൾസോ റെഫർ ടു എ ഡിസ്പ്ലേ ടു ഡിഫൈൻ എ പ്രസന്റേഷൻ പ്രൊഡക്ട്സ് ഇസ് ഓർഡർ ടു സെൽ ദം. ഗുഡ് ഡിസ്പ്ലേഡ് ഷൗട്ട് ദ വുഡ് that retailer cares about the images merchandise and most important about certain informing education customers. Frequent changes and encourage the customer visiting the normal section also wonder about the discover additional novelties. Visual marketing includes various aspects like store, floor plan, floor window, signs, merchandise display space design, hardware and the elements of come with maybe too many mention. അതായത് വിഷ്വൽ, അതായത് ഒരു നമ്മളെന്താ പറയുക, ഒരു സ്റ്റോർ അതിൻ്റെ വിഷ്വൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൽ ഫ്ലോർ ഉൾപ്പെടൂലേ? നമ്മളൊരു ഫ്ലോർ നിലം അതിൽ ഉൾപ്പെടും. അതിൻ്റെ ചുമരുകൾ, റൂഫ്, അതിൻ്റെ പെയിൻറ്റിങ്, അതിൻ്റെ മെയിൻ്റെനൻസ് അത് എത്രത്തോളം അടിപൊളി ഷോപ്പാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും? വിഷ്വൽ മെർക്കൻഡൈസിൽ ഉൾപ്പെടുന്നു. അതൊക്കെ അതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ അത്രയും ആ ഒരു എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഷോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പിലെ ഫ്ലോറ്, ആ ഷോപ്പിലെ പെയിൻറ്റിങ്ങിൻ്റെ കളറ്, ഷോപ്പിലെ മെറ്റീരിയൽസ്, അതെല്ലാം ഓരോ കസ്റ്റമേഴ്സിന് ശ്രദ്ധ ആകർഷിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അത് ഫ്ലോർ പ്ലാന് ആൻഡ് എലമെന്റ്സ് ഓഫ് വിച്ച് മേ ബി ടു മെനി മെൻഷൻ. വിഷ്വൽ മെർക്കൻഡൈസ് ബി അറൗണ്ട് സിൻസ് ഡ്രോൺ സിവിലൈസേഷൻ. Since humans selling and merchandise to the customer, visual merchandise has become more sophisticated and more encompassing by arranging merchandise across the customer. Visual merchandise elements are put to practice from designing floor plan and show the beautiful manipulate great of store floor. സ്റ്റോർ ഫ്ലോറും ആ സ്റ്റോർ എത്രത്തോളം കണ്ണാടി ചില്ല് പോലെ അത്രയും തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പ്രൊഡക്റ്റ് ലൈൻ ആൻഡ് കസ്റ്റമർ പ്രൊഫൈൽ. കസ്റ്റമർ പ്രൊഫൈൽ എന്താണ്? കസ്റ്റമർ പ്രൊഫൈൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. റീറ്റെയിലേഴ്സ് ഹാവ് ടു ടേക്ക് ഇൻ കൺസിഡറേഷൻ ഓഫ് പ്രൊഫൈൽ ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ലാർജ് സെഗ്മെന്റ്. അല്ലേ? കൺസ്യൂമേഴ്സ് പ്രൊഫൈൽ എങ്ങനെയാണ് ഇതിൽ ബന്ധപ്പെട്ടത്? സ്റ്റോർ വിച്ച് പ്രൈമർലി കേറ്റർ ദ ഫങ്ഷണൽ റാദർ ദാൻ hedotic needs of not require very fancy pictures. And level of competition. Next point, level of competition is a significant factor and determined to kind of picture of used by retailer. റീറ്റെയിലേഴ്സിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റ് ഓഫ് റീറ്റെയിലർ ഇൻഡസ്ട്രിയുണ്ട്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, മറന്നു പോകരുത്. റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള ലിബറലൈസേഷനായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറന്നു പോകരുത്. വിഷ്വൽ മെർക്കൻഡൈസിങ് ഇൻ ഇന്ത്യ, ദെൻ കോമ്പണൻസ് ഓഫ് ഡിസ്പ്ലേ, വെൽ ഡിസ്പ്ലേ, ഫ്ലോർ പിക്ചർ ഒക്കെ നമ്മൾ പറഞ്ഞു. അറ്റ്മോസ്ഫിയർ ദ കണ്ടന്റ് ഓഫ് ഇന്റർനെറ്റ് റീറ്റെയിലിംഗ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് performance measures and auditing in retailing, playback period. Next, performance measures and auditing in റീറ്റെയിലിങ്ങിൻ്റെ തന്നെയാണ് നമ്മൾ പറയുന്നത്. റീറ്റെയിലിങ്ങിൻ്റെ ഓഡിറ്റ് പെർഫോമൻസ് മെഷേഴ്സ് എന്താണ്? ഓഡിറ്റിങ്ങിൻ്റെ പെർഫോമൻസ് മെഷേഴ്സ് നോക്കാം. പ്ലേ ബാക്ക് പീരീഡ് ആൻഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. നമുക്കറിയാം ഈ ഒരു എന്താ പറയുക, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു വർഷത്തെ മുഴുവൻ കണക്കുകൾ നോക്കുന്ന ഒരു ടൈമാണ് ഓഡിറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ ടാസ്ക് പെർഫോംഡ് ഇൻ റീറ്റെയിൽ ഫേംസ്, അതായത് റീറ്റെയിൽ ഫേമിൽ ടാസ്ക് പെർഫോമൻസ് ചെയ്യുന്നത് എന്താണ് പ്രത്യേകത? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആയിരിക്കും, ടാർഗറ്റ് മാർക്കറ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഫോർമാറ്റ്, ഒരു മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ഫോർമാറ്റ് ആയിരിക്കും ഓരോ ഓരോ ഷോപ്പ് ഓണേഴ്സും അല്ലെങ്കിൽ സെയിൽസ്മാൻമാരും ഉപയോഗിക്കുന്നത്. വേരിയസ് ടാസ്ക് പെർഫോം വിത്തിൻ ഓർഗനൈസേഷൻ അക്കോർഡിംഗ് ഡിസൈനിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സൈറ്റ് സെലക്ഷൻ, ലൊക്കേഷൻ അനാലിസിസ്, അതായത് സൈറ്റ് സെക്ഷൻ ചെയ്യേണ്ടി വരും, ലൊക്കേഷൻ അനാലിസിസ് എല്ലാം ഇതിൽ ഉൾപ്പെടും, സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഷോപ്പ് മാനേജ്മെന്റ്. ഷോപ്പ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് നേരത്തെ പറഞ്ഞു നമ്മൾ, അതിൽ പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. സ്റ്റോർ ഫെസിലിറ്റീസ്, സെല്ലിംഗ് മെർക്കൻഡൈസ്, കസ്റ്റമർ ഗ്രീവൻസ് ആൻഡ് മെർക്കൻഡൈസ് അട്രാക്ഷൻ ആൻഡ് കണ്ടക്ട് മാൻ പവർ പ്ലാനിംഗ്, പ്രിപ്പയർ മാൻ പവർ റിക്വയർമെന്റ്,
plan work schedules and motivate people to perform and evaluate individual performance. ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? നമ്മൾ പറഞ്ഞത് ഷോപ്പ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. എവല്യൂഷൻ ഓഫ് കസ്റ്റമർ റിലേഷൻ ഇൻ മാർക്കറ്റ്, CRM, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. മോണിറ്ററിംഗ് പെർഫോമൻസ് ഓഫ് എ റീറ്റെയിൽ സ്റ്റോർ. മോണിറ്ററിംഗ് പെർഫോമൻസ് നമ്മൾ പറഞ്ഞത് റീറ്റെയിൽ പെർഫോമൻസ് ക്യാൻ ബി മെഷേർഡ് ത്രൂ സെവറൽ റാഷൻസ്. പല ഘടകങ്ങളാലും നോക്കിയിട്ടാണ് എന്ത് പെർഫോമൻസ് ഓഫ് മെഷേർഡ് ത്രൂ മോണിറ്ററിംഗ് പെർഫോമൻസ് റീറ്റെയിൽ നോക്കുന്നത്. ഓക്കെ, assuming the store size reasonable, there are many reasons for a relative competence. There are many reasons for poor SPI. അതേ poor പ്രൊഡക്റ്റ് ആയിരിക്കും, ഇൻസഫിഷ്യൻറ്റ് ഫ്ലോർ ആയിരിക്കും, ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രൈസിങ് ആയിരിക്കും. അതായത് കണ്ടീഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് വേരിയസ് സൈസ് ആണ്. ദർ ആർ കണ്ടീഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് സൈസിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. പുവർ റിലേറ്റീവ് കോമ്പറ്റീറ്റീവ്, ദർ ആർ മെനി റീസൺ ഫോർ പുവർ റിലേറ്റീവ് കോമ്പറ്റീഷൻസ്. ദർ ആർ മെനി റീസൺ. എന്തുകൊണ്ടാണ് പുവർ ആയ, അതായത് റീസൺ ഫോർ എ പുവർ, എന്താ പറയുക, താഴെ ലോ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെയായി പുവർ പ്രൊഡക്റ്റ് ആയിരിക്കും, ഇൻസഫിഷ്യൻറ്റ് ഫ്ലോർ ആയിരിക്കും, അൺകോമ്പറ്റേറ്റീവ് മാർക്കറ്റിങ്ങിലേക്ക്, അങ്ങനെ മത്സരാർത്ഥമായിട്ട് മത്സരിക്കാനുള്ള വില കൂടിയ മെറ്റീരിയൽസ് ഒന്നും അവിടെ കൊണ്ടുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അതാ പറയുന്നത്. നെക്സ്റ്റ്, മെത്തേഡ് ഫോർ സെറ്റിംഗ് റീറ്റെയിലിംഗ് പ്രൈസ്. റീറ്റെയിലിംഗ് പ്രൈസിൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് എവറിഡേ ലോ പ്രൈസിങ്. എവറിഡേ ലോ പ്രൈസിങ്. ഓക്കെ. നെക്സ്റ്റ്, ലെസ് റീറ്റെയിൽസ് ആൻഡ് പ്രൈസ് റിഡക്ഷൻ ഇൻ കംപ്ലീറ്റ്. റെഡ്യൂസ്ഡ് അഡ്വർടൈസ്മെന്റ്. റെഡ്യൂസ്ഡ് അഡ്വർടൈസ്മെന്റ് ആൻഡ് ഇംപ്രൂവ്ഡ് കസ്റ്റമർ ബെറ്റർ ഇൻവെന്ററി മാനേജ്മെന്റ്. ഹൈ ലോ പ്രൈസിങ്. Some merchandise can be used to target customers and enthusiasm created among customers and image quality of created. Low leader pricing. അല്ലേ, നമുക്കറിയാം പ്രൈസ് വില തന്നെയാണ്. എന്ത് എടുത്താലും ദ പ്രോഫിറ്റ് ഓഫ് പ്രൈസ്, വിലയുടെ ലാഭം അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. ഏത് കസ്റ്റമർ, റീറ്റെയിലേഴ്സ് ആയിക്കോട്ടെ, ഹോൾസെയിലേഴ്സ് ആയിക്കോട്ടെ, റീറ്റെയിലേഴ്സ് ആയിക്കോട്ടെ, ഓണർഷിപ്പ് ആയിക്കോട്ടെ, സെയിൽസ്മാൻ ആയിക്കോട്ടെ, എല്ലാവർക്കും എന്ത് വേണം? മാക്സിമം ലാഭം വേണം. ജോലി എടുക്കുന്ന ആ ഒരു എന്താ പറയുക, ജോലി എടുക്കുന്ന സ്റ്റാഫിന് കൂടുതൽ ലാഭത്തിൽ ശമ്പളം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഓണർക്ക് കൂടുതൽ സാധനങ്ങൾ വിറ്റുപോയാൽ ലാഭം ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതായത് റീറ്റെയിൽ അതല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ്മാൻമാർക്കും അങ്ങനെ തന്നെ അല്ലേ, അത് വിറ്റഴിക്കണം, എന്നാലേ നമുക്ക് ഇന്ന് ലാഭം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് വിറ്റ് നല്ല പെർഫോമൻസ് ഒക്കെ ആയാൽ സാലറി ഒക്കെ ഇതാക്കി തരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ്, penetrating pricing and price lining. That retailer growing the strategy offers and different quality at specific but predetermined prices. Psychological pricing ഉണ്ട് ഇതിൽ. സൈക്കോളജിക്കൽ പ്രൈസിങ് എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ് intended to have a special appeal customer. Prestige pricing reference. അതിൽ ഒന്നാമത്തെ പോയിന്റ് സൈക്കോളജിക്കൽ പ്രൈസിങ്. സൈക്കോളജിക്കൽ പ്രൈസിങ്ങിൽ ഒന്നാമത്തെ പോയിന്റാണ് പ്രസ്റ്റീജ് പ്രൈസിങ് ആൻഡ് റഫറൻസ് പ്രൈസിങ്. പ്രസ്റ്റീജ് പ്രൈസിങ് ആൻഡ് റഫറൻസ് പ്രൈസിങ് ആണ് ഇതിലുള്ളത്. നെക്സ്റ്റ്, ഓഡ് ഈവൻ പ്രൈസിങ് ആൻഡ് ബൗണ്ടഡ് പ്രൈസിങ്, പ്രിമിറ്റീവ് പ്രൈസിങ്. Functions of retailers are next. Functions of retailers: buying and assembling and storage, display and services, credit availability and storizing, session forecasting and demand estimation. Session forecasting and demand estimation and after sales service and bridge the gap.
ബ്രിഡ്ജ് ദ ഗ്യാപ്പിൽ എന്താ, റീറ്റെയിലർ ഓൾസോ പ്ലേസ് ദ റോൾ ഓഫ് ഹ്യൂമൻ മാനുഫാക്ചർ. റീറ്റെയിൽ റൺസ് വേരിയസ് പ്രൊമോഷണൽ അഡ്വർടൈസ്മെന്റ്. ഓക്കെ, ദെൻ ഷെയർസ് ഫീഡ്ബാക്ക്. എല്ലാത്തിനും